മെട്രോ വർക്കുകൾ പുരോഗമിക്കുന്ന നഗരത്തിൽ ഇതുപോലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഇന്ന് പതിവ് കാഴ്ചയാണ്. ഇവിടെ വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് ഇന്ന് ഈ റോഡുകൾ. അതുകൊണ്ട് തന്നെ ട്രാഫിക് ദുരിതവും അവരുടെ ജീവിതത്തിൽ അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു. ഓ, എപ്പ ഈ കോത്താഴത്തോട് വന്നാലും മുടിഞ്ഞ ബ്ലോക്കാ. ഇപ്പൊ എത്തിക്കാൻ നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കും കേട്ടോ. ട്രാഫിക് ബ്ലോക്കിനെ പറ്റി എന്താണ് ചേട്ടന്റെ പ്രതികരണം? അയ്യോ, ഞാൻ പ്രതികരിച്ചോണ്ട് എന്താ കാര്യം? ഈ ബ്ലോക്ക് അങ്ങ് മാറുവോ? ഒന്ന് പോടാപ്പ അവിടുന്ന്. എവിടെയെങ്കിലും പ്രശ്നമുണ്ട് ഇവന്മാര് ഇതും പൊക്കി പിടിച്ചോണ്ടെങ്കിൽ പോന്നോളും. ഇവനൊക്കെ വേറെ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കാൻ മേലെ ബ്ലോക്കിനെ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നു. ആദ്യം റോഡ് നന്നാക്കാൻ പറയടാ പോയി അവരോട്, എന്നിട്ടാ എന്നെ ഉണ്ടാക്കേണ്ടത്. ഹലോ, ക്ലബ് എഫ് അല്ലേ? അതെ, പറയൂ. ഇവിടെ എം ജി റോഡില് മുറ്റ് ബ്ലോക്ക് ആണ്. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേരാ? അതെ, എന്റെ പേര് ലാലേഷ് പി. അതെ, ഈ പ്രോഗ്രാമിൽ ഒരു ഡെഡിക്കേഷൻ പറയാൻ പറ്റുമോ? ഹലോ ചേട്ടാ, ചേട്ടൻ ഇതുവഴിയുള്ള പതിവ് യാത്രക്കാരനാണോ? എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് ദുർഗാപ്രസാദ്. ഞങ്ങളുടെ കടവന്തരല്ല, ഞങ്ങൾ ശരിക്കും ജാർഖണ്ഡുകാരാ. അപ്പൊ നിങ്ങ ഹിന്ദി ആണെന്നല്ലേ? നിങ്ങൾ നമ്മളെക്കാ സൂപ്പറായിട്ട് മലയാളം പറയണ്ടല്ലോ ഭായി. 20 വർഷമായിട്ട് വന്നിട്ട്. ചേട്ടൻ പറയൂ, ഈ ബ്ലോക്കുകളൊക്കെ കടന്ന് കടവന്തറയിലെത്താൻ എത്ര സമയം പിടിക്കും? ഇങ്ങനെ പോയാ 1.5 മണിക്കൂർ എടുക്കും. ഇപ്പോൾ സമയം 8:30. എന്റെ പുറകിൽ കാണുന്ന ഈ തൂണുകൾ ഇവിടെ വരുന്നതിന് മുൻപ് ഇവിടെ നിന്നും കടവന്തറയിലെത്താൻ വേണ്ട സമയം വെറും 15 മിനിറ്റ് ആയിരുന്നു. ഇപ്പോൾ ആ സമയം 1 മുതൽ 1.5 മണിക്കൂർ വരെ നീണ്ടിരിക്കുന്നു. നഗരവികസനത്തിന്റെ ബലിയാടുകൾക്കിടയിൽ നിന്നും ക്യാമറമാൻ ഡിക്സനൊപ്പം വേണു. സാറേ, ഇവിടെ നിന്ന് കടവന്തറ എത്താൻ 10 മിനിറ്റ് മതി. കട്ട്. തന്നോടാരാണോ ഇടയ്ക്കറാൻ പറഞ്ഞത്? കടവന്തറയിലെത്താൻ 1.5 മണിക്കൂർ വേണമെന്ന് താനല്ലോ ഇപ്പൊ പറഞ്ഞത്? സാറേ, അത് ബ്ലോക്കിൽ പോയുള്ള കാര്യമാണ് പറഞ്ഞത്. ബ്ലോക്കിൽ പോകാണ്ട് തന്റെ സൈക്കിൾ പറക്കോ? പറക്കും സാറേ. 6 മണിക്കാരിക്കോ 10 മിനിറ്റ് കൊണ്ട് ഞാൻ കടവന്തറ എത്തിച്ചേരാം. മച്ചാൻ കേറിക്കോ. സംഗതി നോക്കിയാൽ വേണ്ടി നമുക്ക് ഇതൊരു സ്റ്റോറി ആച്ചാ. സാറേ, ഇത് ഷോർട്ട് കട്ടാ. സൈക്കിൾ മാത്രമേ ഇതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ഹർത്താൽ മാർക്കറ്റോ? അതെന്താ ഹർത്താൽ മാർക്കറ്റ് എന്ന് പേര്? ഏത് ഹർത്താലിനും ഇവിടെ തിരക്കുണ്ടാവും. അത് കൊള്ളാല. സാറേ, ഇതാണ് സദ്ദാം സ്ട്രീറ്റ്. സ്ഥലം അല്പം പെശക. സാറേ, ക്യാമറ ഒന്ന് മാറ്റി പിടിച്ചോ. പണി കിട്ടിയെന്ന് തോന്നുന്നു. നമ്മുടെ പുറകെ ആരോ ഉണ്ടല്ലോ. അതെന്റെ ഫ്രണ്ട്സാ. മൈക്കിൾ മദന കാമരാജൻ. സിനിമയില് ജൂനിയർ ആർട്ടിസ്റ്റ്. ഇന്ന് ഏതാ പടം? أمل نيلة فيلم. അല്ല ഭായി, ഇങ്ങനെ ചവിട്ടിയാ ടയർഡാവില്ലേ? ഇങ്ങനെ ചവിട്ടുന്നതുകൊണ്ടാ ടയർഡ് ആകാത്തത്. ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷർ ഇല്ല. ഇതുപോലെ പകുതി പേര് സൈക്കിളിൽ പോയാൽ നമ്മുടെ റോട്ടിൽ ട്രാഫിക് ബ്ലോക്ക് മാറും. എൻ്റെ അഭിപ്രായത്തിൽ സൈക്കിൾ നമ്മളെ മലയാളികളുടെ ദേശീയ വണ്ടി ആക്കണമെന്നാണ്. അതിനുമായി മലയാളി അല്ലല്ലോ. കാഴ്ചയിൽ മാത്രമുള്ള സാറേ ഹിന്ദി. ഞാൻ ഫുൾ മലയാളിയാ. അത് ശരിയാ. ഈ കടവന്തര എത്തി. കണ്ട കടവന്തറ. കറക്റ്റ് 10 മിനിറ്റ്. കൊള്ളാം, 10 മിനിറ്റ്. ഇതിലൊരു സ്റ്റോറി ഉണ്ട്.
गोभी भाई तुम्हारे बारे में पूछ रहे थे। हाँ എടാ ദുർഗ, നീ എവിടെയായിരുന്നു? എന്താ ചോദിച്ചേട്ടാ? എന്താന്നറിയില്ല, കൈക്ക് ഒരു ബലം കിട്ടുന്നില്ല. ഡോക്ടറെ ഒന്ന് കാണിക്കണം. കാലത്ത് തന്നെ വലിച്ചു കയറ്റി കാണും. അറിയാം, എനിക്ക് വേറെ പണിയുണ്ട്. ദുർഗ, ഏക് ബാർ പ്ലീസ്, ഏക് ബാർ പ്ലീസ്, പ്ലീസ്. എടാ കഴിയാറായോ? എടാ നീ പെട്ടെന്നൊന്ന് ഇറങ്ങുന്നുണ്ടോ? അയാളിപ്പോ പടം വായിക്കാൻ വരും. ഇപ്പൊ കഴിയും. ടീമേ, ദേ അതിലൊന്നും ആളില്ലട്ടാ. ഏതെങ്കിലും ബാത്റൂമിൽ കയറി കാര്യം സാധിച്ചു പോവാൻ നോക്ക്. ഞാനൊരാൾ വരച്ചു തരാനുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നിങ്ങൾ കുടിക്കണമെന്നാ എൻ്റെ ഭാര്യ ശീതള് പറയണത്. ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ കള്ളുടിക്കാത്ത ഒരേ ഒരാൾ ഞാനായിരുന്നു. 1ാം റാങ്ക് കിട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു അടുത്ത മൈക്ലാൻഡിലാണെന്ന്. അന്ന് മൈക്കിളാഞ്ചലോ, ഇന്ന് കോട്ടറാഞ്ചലോ. എന്നാ ഗ്രേറ്റ് വർക്ക്, എക്സലന്റ്. താങ്ക് യു സർ, താങ്ക് യു. ദിവസേന 4 കളികൾ. ഓ, എൻ്റെ വേടത്തി മോളെ മട്ടിച്ചാറും മണക്കണ് മണക്കണ്. വേടത്തി ഇറങ്ങിയല്ലോ, കൊള്ളാലടാ. കണ്ടേ പിന്നെ മട്ടിച്ചാറ്. ഗോപിച്ചേട്ടാ, പരിപാടി തുടങ്ങാറായി. ടി വി വെക്ക്. ഇവിടെ ദാഹജലം കിട്ടിയിട്ടില്ല, അപ്പോഴാണ് നിന്റെ ടി വി. നീ തന്നെ ഇരുന്ന് കണ്ടാ മതി. നീടാ എന്തൊരു കൃത്യനിഷ്ഠ! മദ്യനയത്രേ, മദ്യനയം. ശീതളെ, പരിപാടി തുടങ്ങാറായി. തുടങ്ങി. ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റോറി നഗരത്തിലെ ഗതാഗത കുരുക്കുകളെ പറ്റിയുള്ള വാർത്തയാണ് ഇനി അടുത്തത്. നമുക്ക് മടങ്ങാം സൈക്കിളിലേക്ക്. മെട്രോ വർക്കുകൾ പുരോഗമിക്കുന്ന നഗരത്തിൽ ഇതുപോലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഇന്ന് പതിവ് കാഴ്ചയാണ്. അടുത്തതായി ഞങ്ങൾ ഈ ചോദ്യം ആവർത്തിച്ചത് ഒരു സൈക്കിൾ യാത്രക്കാരനോടാണ്. ഈ ബ്ലോക്ക് കടന്ന് 1 മണിക്കൂറിൽ എത്തേണ്ട സ്ഥലത്ത് വെറും 10 മിനിറ്റ് മതി അയാൾക്ക് സൈക്കിളിൽ എത്താൻ. എന്റെ പുറകിൽ കാണുന്നതാണ് ആ സൈക്കിൾ യാത്രക്കാരൻ, ദുർഗാ പ്രസാദ് ഫ്രം ജാർഖണ്ഡ്. ഒരു മേൽജാതിക്കാരിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചതിന്റെ പേരിൽ ജാർഖണ്ഡിൽ നിന്നും പലായനം ചെയ്ത് 20 വർഷം മുൻപ് കൊച്ചിയിലെത്തി. ഒറ്റനോട്ടത്തിൽ ഒരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുമെങ്കിലും മനസ്സുകൊണ്ട് തനി മലയാളിയാണ് ദുർഗാ പ്രസാദ്. ഒരു പതിറ്റാണ്ടായി കൊച്ചി നഗരത്തിൽ സൈക്കിൾ ചവിട്ടുന്ന ദുർഗാ പ്രസാദ് പറയുന്നത് നഗരത്തിൽ ഏറ്റവും എളുപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനം സൈക്കിളാണെന്നാണ്. ക്യാമറമാൻ ഡിക്സനൊപ്പം വേണു. എന്താ നോക്കുന്നത്? ഈ സന്തോഷ വാർത്ത വിളിച്ചു പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതാ. ആരുമില്ല.
അച്ഛനും അമ്മയോട് ഒറ്റയ്ക്കാ, വേഗം വാ.